السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാരെ, ഉമറാക്കളെ, മുതഅല്ലിമീങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുകയും പാടുകയും ചെയ്യുന്ന ഒരു സദസ്സിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി. അൽഹംദുലില്ലാഹ്. അതുപോലെ നാളെ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട നമ്മളുടെ ഉമ്മ ഉപ്പ ഉസ്താദുമാര്, സഹോദര സഹോദരിമാർ, നമ്മളുടെയും അവരുടെയും ഭാര്യ ഭർത്താക്കൾ, സന്തതികൾ, മറ്റുറ്റവരുടെ ശിഷ്യന്മാർ, നമ്മെ സഹായിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, നമ്മുടെ സ്ഥാനങ്ങളെ സഹായിച്ചവർ, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം നഗരാന്തരങ്ങളിലും ഗ്രാമാന്തരങ്ങളിലും ജന്മദിനം ആഘോഷിക്കുക എന്നതൊക്കെ ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്തിന്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് എന്നത് അത് നമ്മുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ നിധാനമാണ്. കാരണം എന്താണ്? ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് അവൻ മുഅ്മിനായി ജീവിക്കുകയും അവൻ മുഅ്മിനായി മരണപ്പെടുകയും ചെയ്യുമ്പോൾ മാത്രമാണ്. അങ്ങനെ ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ മുഅ്മിനായി ജീവിക്കുകയും അങ്ങനെ മുഅ്മിനായി തന്നെ ഈ ലോകത്ത് നിന്ന് വിട പറയുകയും ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ നിദാനം എന്ന് പറയുന്നത് മഹബ്ബത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ചെറിയ ക്ലാസുകളിൽ നിന്ന് തന്നെ നമ്മളെല്ലാം ഹദീസ് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വ അജ്മഈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മുന്നിലിരിക്കുന്ന സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഓ സഹാബ, നിങ്ങളെല്ലാവരും യഥാർത്ഥത്തിൽ മുഅ്മിനാവണമെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള എല്ലാത്തിനേക്കാളും ഒരു പക്ഷേ കൂടുതൽ നിങ്ങളുടെ മാതാപിതാക്കളെ ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ ആയിരിക്കാം. ഇതിനെല്ലാം അപ്പുറമായിരിക്കണം എന്നോടുള്ള സ്നേഹം. അങ്ങനെ സ്നേഹിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ മുഅ്മിനാവുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് കൊടുക്കുകയാണ്. ഒരു വേള ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യും പിടിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിന്റെ തുടക്കകാലമാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഓ നബിയേ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായി എന്റെ ഇഷ്ടമുള്ളത് ഇല്ലാ നഫ്സി ബൈന ജംബൈ, എന്റെ ശരീരം ഒഴിച്ചാൽ പിന്നെ ഏറ്റവും ഇഷ്ടങ്ങളോടാണ്. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടപെട്ടുകൊണ്ട് പറയുന്നു, പോരാ ഉമറേ, ഈമാനിന്റെ വിഷയം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടപെടുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പോരാ, നിങ്ങളുടെ ശരീരത്തിനേക്കാൾ ഞാൻ നിങ്ങളിൽ പ്രിയപ്പെട്ടവനാകുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാകുന്നത്. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് തിരുത്തി പറയുകയാണ്, എന്റെ ശരീരത്തെക്കാൾ എനിക്കിഷ്ടമുള്ളത് നബിയെ അങ്ങയോടാണ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞത് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സ്വാർത്ഥ താല്പര്യമല്ല. ത്തെക്കാൾ എന്നെ സ്നേഹിക്കണമെന്ന് തന്നെ പറഞ്ഞത് ഒരുപക്ഷേ താല്പര്യമല്ല. കാരണം സുബ്ഹാനഹു വ തആല താല്പര്യമല്ല. കാരണം സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിൻ യഥാർത്ഥത്തിൽ മുഅ്മിനാകുന്നതിന് വെച്ച മാനദണ്ഡമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് മഹാന്മാർ അവരുടെ കിതാബുകളിലൊക്കെ പറഞ്ഞതായി കാണാം. ബഹുമാനപ്പെട്ട ഇബ്നു ബത്രീസ് റളിയല്ലാഹു
അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്, അത് നമ്മളുടെ ഈമാനിന്റെ ആത്മാവാണ്. അത് മാത്രമല്ല നമ്മുടെ മുഴുവൻ ഉയർച്ചയുടെയും അതുപോലെ നമ്മുടെ നേതൃത്വ പദവിയുടെയും എല്ലാം നിദാനം, അതിന്റെ ഏറ്റവും വലുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമാണ്. അവിടെ റൂഹുൽ ഈമാൻ എന്നാണ് പറഞ്ഞത്, അതായത് ആത്മാവാണെന്ന്. നമ്മുടെ ഈമാൻ ഒരു ബോഡിയായി സങ്കല്പിക്കുകയാണെങ്കിൽ അതിന് ജീവൻ നിലനിൽക്കണമെങ്കിൽ, ആ ഈമാൻ യഥാർത്ഥത്തിലുള്ള ഈമാൻ ആവണമെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. അതാണ് മഹബ്ബത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മഹാന്മാർ നമ്മെ വിശദീകരിക്കുകയാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം നിർബന്ധമാണ് എന്നത് നമുക്ക് മനസ്സിലായി. മറ്റൊരു ബഹുമാനപ്പെട്ട കസ്തലാനി ഇമാം പറയുന്നതായി കാണാം, ലൗകാന ഫീ കുല്ലി മംബത്തി ശഅറത്തിൻ മഹബ്ബത്തുൽ ലഹു സലവാത്തുല്ലാഹി വസലാമുഹു അലൈഹി. നമ്മുടെ ശരീരത്തിലുള്ള രോമങ്ങളുണ്ടല്ലോ, ആ രോമം മുളക്കുന്ന ആ രോമത്തിന്റെ, നമ്മുടെ ശരീരത്തിൽ എത്ര കണ്ട് രോമങ്ങളുണ്ടോ ആ രോമം കണക്കെ നമുക്ക് റസൂലുള്ളാഹിനോട് സ്നേഹമുണ്ടെങ്കിൽ തന്നെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമുക്ക് നിർബന്ധമായും വേണ്ട സ്നേഹത്തിന്റെ അല്പം മാത്രമേ ആവുകയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട കസ്തലാനി ഇമാം അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയതായി കാണാം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് നിർബന്ധമായും നമ്മുടെ ജീവിതത്തിൽ വേണ്ടതാണ്. എങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഒരു മുഅ്മിൻ ശരിയായ ഒരു മുഅ്മിനാവുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം എങ്ങനെയാണ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്? അത് പല രൂപത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹദീസുകളിലും പരിശുദ്ധ ഖുർആനിലും എല്ലാം അത് പല രൂപത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതൊരു പക്ഷേ ഇന്ന രൂപത്തിലായിരിക്കണം എന്ന് പ്രത്യേകമായി പറഞ്ഞതായി എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ വർത്തമാനകാല സാഹചര്യങ്ങളെ കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ഫോണുകളൊക്കെ എടുത്ത് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ബിദ്അത്താണ്, ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റാത്തതാണ് എന്നൊക്കെ പറഞ്ഞ് പുതിയ പുത്തൻവാദികൾ നമ്മിലേക്ക് കടന്നു. എങ്ങനെ നമ്മൾ ഫോണുകളൊക്കെ തുറന്നു നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നത് അവരൊക്കെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ മാലകൾ തൂക്കിയോ അതല്ലെങ്കിൽ ഇങ്ങനെ കുട്ടികളുടെ പരിപാടികൾ സംഘടിപ്പിച്ചോ അന്നദാനം നടത്തിയോ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ സ്വഹാബത്തോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പലപ്പോഴും നമ്മുടെ മുത്തഅല്ലിമീങ്ങളും അതുപോലെയുള്ള ആലിമീങ്ങൾ വരെ അതിലെല്ലാം പെട്ടുപോകാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ചിന്തിക്കാതെ വരുമ്പോ, അവരുടെ പ്രസംഗം കേൾക്കുമ്പോ അതല്ലെങ്കിൽ അവരുടെ മറ്റുള്ള പരിപാടികളെല്ലാം കാണുമ്പോ സ്വാഭാവികമായും ചില ആളുകളൊക്കെ അങ്ങനെ ചിന്തിച്ചു പോയേക്കാം. എന്നാൽ നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ എടുത്ത് പരിശോധിക്കുമ്പോ മഹബ്ബത്ത് എന്ന് പറയുന്നത് അതൊരു മനുഷ്യന്റെ ഖൽബിൽ നിന്ന് വരുന്നതാണ്. അതിന് പ്രത്യേകമായ ഒരു രൂപങ്ങളോ അല്ലെങ്കിൽ ഒരു ഭാവനകളോ ഒരിക്കലും നമുക്കതിനെ വിലയിരുത്താൻ കഴിയില്ല. അതല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കണം മഹബ്ബത്ത് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. അത് ഓരോരുത്തരുടെ ഖൽബിൽ നിന്ന് വരുന്നതാണ്. അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം എന്താണ്? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. എന്താണ് അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം? മഹാനവറുകൾ അതാ അവിടുത്തെ കൃഷിയിടത്തിൽ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, കൃഷിപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തതാ മഹാനവറുകളുടെ മകൻ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഓ ഉപ്പാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ ആ വാർത്ത ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് അല്ലാഹുവിനോട് ദുആ ഇറക്കുന്നു, അല്ലാഹുമ്മ അല്ലാഹുവേ അദ്ഹിബ് ബസരീ, എന്റെ കാഴ്ചശക്തി നീ ഒന്ന് നഷ്ടപ്പെടുത്തി തരണേ. എങ്ങനെ? ലാ അറാ ബഅദ ഹബീബി മുഹമ്മദിൻ അഹദാ,
ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ദുആയിരിക്കുകയാണ്, അല്ലാഹുവേ, എന്റെ കാഴ്ചശക്തി നീയൊന്ന് നഷ്ടപ്പെടുത്തി തരണം. എന്റെ ഹബീബിന് ശേഷം മറ്റൊരാളെയും എനിക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ ആ രൂപത്തിൽ ഇനി ഈ റസൂലുള്ളാഹിന്റെ ഈ വഫാത്തിന്റെ വാർത്ത മുതൽ ഒരിക്കലും തന്നെ എനിക്ക് ഇനി ആരെയും കാണേണ്ടതില്ല, എന്റെ കാഴ്ചശക്തി നീ നഷ്ടപ്പെടുത്തി തരണം എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് അല്ലാഹുവിനോട് ദുആയിരിക്കുകയാണ്. അവിടുന്ന് മുതൽ തന്നെ മഹാനവറുകളുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുകയാണ്. അപ്പോ ആ സമയത്ത് ആരും അതിനെ എതിർക്കുകയോ അതല്ലെങ്കിൽ അതിനെ വിമർശിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ എടുത്ത് പരിശോധിച്ചാൽ എന്നോടുള്ള സ്നേഹം കാരണമായി നിങ്ങൾ നിങ്ങളുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുത്തണം എന്നൊന്നും ഹദീസിൽ നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ എന്താണ്? മഹബ്ബത്താണ്. ആ മഹബ്ബത്ത് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും കൽബിൽ വരുന്നതാണ്. അതൊരു പക്ഷേ പാട്ടുപാടിക്കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ മാലകൾ തൂക്കിക്കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ മറ്റുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടായിരിക്കാം. മഹബ്ബത്ത് എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ അത് നമുക്ക് അളക്കാൻ കഴിയില്ല. എങ്ങനെയായിരിക്കും ആ മഹബ്ബത്ത് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ നാടുകളിലൊക്കെ ഇതെല്ലാം സ്വഹാബത്തിന്റെ കാലത്ത് ചെയ്തിട്ടുണ്ടോ, ഹദീസുകളിൽ ഇങ്ങനെ കാണാനുണ്ടോ എന്നൊക്കെ ചോദിച്ച് പ്രസംഗിക്കുന്നവർ ഉണ്ടായിരിക്കാം. അതിലൊരിക്കലും നമ്മൾ പെട്ടുപോകാൻ പാടില്ല. ഇങ്ങനെ സ്വഹാബത്തിന്റെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ മഹാനവറുകളെ കുറിച്ച് പറയുന്നത്? ഖലീലുസ് സ്വബരി അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ക്ഷമ വളരെ കുറഞ്ഞ ആളാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതെ ഒരു നിമിഷം പോലും മഹാനവറുകൾക്ക് ഇരിക്കാൻ കഴിയില്ല. മഹാനവറുകൾ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം. വീട്ടിലേക്ക് പോകുമ്പോൾ ഉടനെ ഓടി വരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഓടി വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഓ സൗബാൻ, എന്താണ് നിങ്ങളുടെ മുഖം ഇങ്ങനെ വിവരണമായിരിക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? അപ്പൊ ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, എനിക്ക് അങ്ങയെ കാണാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ കഴിയില്ല. ഇനി അഥവാ ഞാൻ അങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഞാനൊരു കാര്യം ചിന്തിച്ചു പോയി, നാളെ ആഖിറത്തിൽ അങ്ങ് സ്വർഗത്തിലും ഈ സൗബാനാകുന്ന ഞാൻ നരകത്തിലും പെട്ടുപോയാലോ, എനിക്ക് പിന്നെ ഒരിക്കലും തങ്ങളെ കാണാൻ കഴിയില്ലല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ വിലപിക്കുകയാണ്. അവിടുത്തെ മുഖം വിവരണമാവുകയാണ്. ഇതൊക്കെ മഹബ്ബത്തിന്റെ ഭാഗമാണ്. ഒരു മനുഷ്യനിൽ നിന്ന് എങ്ങനെയാണ് മഹബ്ബത്ത് സംഭവിക്കുക, എങ്ങനെയാണ് അത് നമ്മിൽ നിന്ന് നിർഗണിക്കുക എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇങ്ങനെ കാഴ്ച നഷ്ടപ്പെടുത്തിയതുപോലെ അതുപോലെ ഒരുപാട് സ്വഹാബാക്കളുടെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോ സഹോദരന്മാരെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, മഹബ്ബത്ത് എന്ന് പറയുന്നത് ഒരിക്കലും അതിനെ നമുക്കൊരു അളവ് പോലെ കൊണ്ട് അളക്കാൻ കഴിയില്ല. എങ്ങനെയാണോ നമ്മുടെ കൽബിൽ നിന്ന് മഹബ്ബത്ത് വരുന്നത് അതുപോലെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. എന്തെല്ലാം നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ, എന്തെല്ലാം നമുക്ക് പറയാൻ കഴിയുമോ, എന്തെല്ലാം നമുക്ക് പാടാൻ കഴിയുമോ അതെല്ലാം നമുക്ക് ചെയ്യാം. എല്ലാം വലിയ പുണ്യമുള്ള കർമ്മം തന്നെയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാമുന ബുസൂരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗുരുദായിലൂടെ വിശദീകരിക്കുന്നത് കാണാം. واحكم بما شئت مدحا فيه واحتكمي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെയൊക്കെ നമുക്ക് പുകഴ്ത്താൻ കഴിയുമോ അങ്ങനെയൊക്കെ നമുക്ക് പുകഴ്ത്താം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് എഴുതാൻ തുടങ്ങുന്നവർ അവരുടെ കൈ കടഞ്ഞുകൊണ്ട് പേന അവിടുന്ന് മാറ്റുകയാണ്. അവിടുത്തെ കുറിച്ച് വർണ്ണിക്കാൻ ഒരുങ്ങുന്നവർ അവരുടെ വായ കടഞ്ഞുകൊണ്ട് അവരുടെ പ്രസംഗങ്ങൾ നിർത്തുകയാണ്. അങ്ങനെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന സമുദ്രമാണ് എന്റെ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പഠിപ്പിക്കുകയാണ്. ഇനി സ്വഹാബത്ത് പാടുകയോ പറയുകയോ ഒന്നും
ചെയ്തിട്ടില്ല എന്ന് പറയുന്നതും ശരിയല്ല. സ്വഹാബത്തിന്റെ കാലത്ത് തന്നെ നമുക്കറിയാം, ഹദീസുകളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ, ചരിത്ര ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ആദ്യത്തെ ബുർദ എന്ന് പറയുന്നത് ദാനത്തു സുആദ എന്ന് പറയുന്ന കാവ്യമാണ്. ഈ കാവ്യം ആരാണ് രചിച്ചത്? ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു. ആ മഹാനവറുകളാണ്, സഹാബിയല്ലേ. അവിടുന്ന് ആ ദാനത്തു സുആദ പാടിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന ആ പുതപ്പെടുത്തുകൊണ്ട് പുതപ്പിച്ച് മഹാനവറുകളെ ആദരിച്ചില്ലേ? ആ ദാനത്തു സുആദ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ നിന്ന് കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു പാടുന്നു: ഇന്നർ റസൂല ലസൈഫുൻ യസ്തളഉ ബിഹി മുഹമ്മദുൻ മിൻ സുയൂഫിൽ ഹിന്ദി മസ്ലൂലു. ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വർണ്ണിച്ചു അവിടുന്ന് അവസാനം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്ന് പറയുമ്പോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്ത്യയിൽ ഊട്ടപ്പെട്ട വാളുകളിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന നല്ല തിളങ്ങുന്ന വാളാണെന്നാണ് പറയുന്നത്. എന്റെ അങ്ങനെ പറയാനുള്ള കാരണം, ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരുന്ന വാളുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. നല്ല വാളുകളായിരുന്നു. ആ വാളുകളിൽ വെച്ച് ഏറ്റവും തിളക്കമുള്ള വാളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു പാടുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഓ കഅബേ, അത് ശിർക്കാണ് കേട്ടോ, അങ്ങനെ നിങ്ങൾ പാടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് വിമർശിക്കുന്നതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തേക്ക് തിരുത്തി കൊടുക്കുകയാണ്. ഇന്നർ റസൂല ലസൈഫുൻ യസ്തളഉ ബിഹി മുഹമ്മദുൻ മിൻ സുയൂഫില്ലാഹി മസ്ലൂലു. ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന വാളെന്ന് മാത്രമല്ല, നിങ്ങൾ പറയേണ്ടത് അതല്ല, മറിച്ച് അല്ലാഹുവിന്റെ വാളുകളിൽപ്പെട്ട ഏറ്റവും നല്ല തിളങ്ങുന്ന വാളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് നിങ്ങൾ പറയണമെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുത്തി കൊടുക്കുകയാണ്. സഹോദരന്മാരെ, ഈ സംഭവങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞതെന്താണ്? ഇന്നത്തെ വർത്തമാനകാല സാഹചര്യങ്ങൾ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോ പല മേഖലകളിൽ നിന്നും ഇതുപോലെയുള്ള പരിപാടികൾ, മുത്തുനബിയോടുള്ള മഹബത്തിന്, മുത്തുനബിയോടുള്ള ഇഷ്കിനെയെല്ലാം വിമർശിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരാളും അതിൽ പെട്ടുപോകാൻ പാടില്ല. കാരണം എന്താണെന്നറിയുമോ? സഹാബത്ത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തിയവരാണ്, അവിടുത്തെ മൗലിദേവിയവരാണ്. എത്രയോ മഹാന്മാർ 150 പരം സഹാബത്ത് നടത്തിയ മൗലിദിനെ കുറിച്ച് വിവരിച്ച മഹാന്മാരെ നമുക്കറിയില്ലേ? അതുകൊണ്ട് ഒരിക്കലും അതിലൊന്നും നമ്മൾ പെട്ടുപോകാൻ പാടില്ല. നമ്മളെല്ലാം അതിൽ പെട്ടുപോയാൽ നാളെ ആഖിറത്തിൽ ചൊല്ലുമ്പോ സഹാബത്ത് മുഴുവനും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കൂടെ നിൽക്കുമ്പോ ആ ബുർദയെ വിമർശിച്ച നമ്മൾ, അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രസംഗങ്ങൾ കേട്ട്, വിജയികളുടെ പ്രസംഗങ്ങൾ കേട്ട് പെട്ടുപോയ നമ്മൾ, നമുക്കൊരിക്കലും അവിടെ സ്ഥാനം ലഭിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ കൂട്ടുകാരോട്, ഞാൻ എന്റെ സഹോദരിമാരോട്, ഞാൻ എന്റെ സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്തട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെയെല്ലാം നമുക്ക് വർണ്ണിക്കാൻ കഴിയുമോ, എന്തെല്ലാം പറഞ്ഞു പുകഴ്ത്താൻ കഴിയുമോ, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം കേട്ടോ. പരമാവധി സ്വലാത്ത് ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അടുക്കണം കേട്ടോ. ഞാൻ എന്റെ ശരീരത്തോടും പിന്നെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് ഒരൊറ്റ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഓ സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ശറഹ്റാത്തീബുൽ ഹദ്ദാദ് എന്ന ഗ്രന്ഥം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അതല്ലെങ്കിൽ യൂസുഫ് നബി തങ്ങളുടെ സഅദാത്തുദ് ദാറൈൻ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്ന ഒരു സംഭവം കാണാം. ഒരു ദിവസം മഹാനവറുകൾ ഇങ്ങനെ കഅബയിൽ തവാഫ്
തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഅബയിൽ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരനും മഹാനഗറുകളുടെ കൂടെ തവാഫ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ചെറുപ്പക്കാരൻ ആ സമയത്ത് ചൊല്ലേണ്ട ദിക്റുകൾക്ക് പകരം സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി മഹാനഗറുകൾ ചോദിക്കുന്നു, അല്ലയോ ചെറുപ്പക്കാരാ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സമയത്തും നിങ്ങൾ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഓ തങ്ങളെ, ഈ ഹജ്ജിന് പുറപ്പെടുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഈ കഅബാലയത്തിലേക്ക് പുറപ്പെടുന്ന സമയത്ത് ഞാനും എന്റെ പിതാവും കൂടിയാണ് ഇങ്ങോട്ട് പുറപ്പെട്ടത്. എന്റെ പിതാവിന് ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു വരുന്ന സമയത്ത് ആരുമാരുമില്ലാത്ത ഒരു വിജനമായ പ്രദേശത്തെത്തിയപ്പോ എന്റെ ഉപ്പയുടെ രോഗമങ്ങ് മൂർച്ഛിക്കുകയാണ്. എന്റെ ഉപ്പ ഈ ലോകത്തോട് വിട പറയുകയാണ്. എന്റെ ഉപ്പ ഈ ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷം എന്റെ ഉപ്പയുടെ മുഖം വിവരണമാവുകയും എന്റെ ഉപ്പയുടെ വയറിങ്ങനെ പൊന്തി വരികയും ചെയ്തു. അപ്പോൾ ഞാൻ വളരെ വിഷമിച്ചു. ആരുമാരുമില്ലാത്ത സ്ഥലത്ത് വെച്ച് ഈ രൂപത്തിലാണല്ലോ എന്റെ ഉപ്പയുടെ മരണമുണ്ടായത്. ആ വിഷമത്തിൽ എന്റെ ഉപ്പയുടെ ആ മയ്യത്തിനരികിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് അറിയാതെ യാത്രാക്ഷീണം എന്നെ ഉറക്കിലേക്ക് നയിച്ചു. ഞാനങ്ങ് ഉറങ്ങിപ്പോയി. അങ്ങനെ ഞാൻ ഉറങ്ങിപ്പോയ സമയത്ത് അതാ വരുന്നു എന്റെ ഉപ്പയുടെ ഹദറത്തിലേക്ക് ഒരു നല്ല മനുഷ്യൻ. നല്ല വെള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ട്. നല്ല കസ്തൂരിയുടെ ഗന്ധം വമിക്കുന്നുണ്ട്. അങ്ങനെ എന്റെ ഉപ്പയുടെ അരികിലേക്ക് വന്നു എന്റെ ഉപ്പയുടെ മുഖമങ്ങ് തടവുകയാണ്. അങ്ങനെ തടവുന്ന സമയത്ത് എന്റെ ഉപ്പയുടെ മുഖം പ്രകാശിക്കുകയാണ്. എന്റെ ഉപ്പയുടെ വയറ് തടവുമ്പോൾ സാധാരണ നിലയിലാവുകയാണ്. എന്നിട്ട് ആ സുന്ദരനായ മനുഷ്യൻ അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളാരാണ്? മൻ അന്തല്ലദീ മന്നല്ലാഹു അലയ്യ ബിക്, വലിയ ഒരു ഔദാര്യം എനിക്ക് തന്നല്ലോ, ഇങ്ങനെ ഒരു വലിയ അനുഗ്രഹം എന്നിലേക്ക് തന്ന അങ്ങാരാണ്? ആ സമയത്തതാ ആ മനുഷ്യൻ പറയുന്നു, ആ സുന്ദരനായ മനുഷ്യൻ പറയുന്നു, അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. എന്റെ നബിയെ അങ്ങ് എന്നെ രക്ഷപ്പെടുത്താനുള്ള കാരണം? ആ സമയത്തതാ ആ ചെറുപ്പക്കാരൻ പറയുന്നു, ഓ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറയുന്നു, നിങ്ങളുടെ ഉപ്പ വലിയ തെറ്റു ചെയ്യുന്ന മനുഷ്യരായിരുന്നു. പക്ഷേ ദിവസവും ഒരുപാട് സ്വലാത്ത് ചൊല്ലാതെ കിടന്നുറങ്ങാറില്ല. അതുകൊണ്ട് എന്റെ കൂട്ടുകാരെ, സ്വലാത്ത് മാത്രമാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം. മുത്തുനബിയോടുള്ള സ്നേഹം മാത്രമാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം. അത് പല രൂപത്തിലാണ്. പരിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. ഓ നബിയെ, അങ്ങേ ഞാൻ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് സ്വർഗത്തിന്റെ സുവിശേഷവും നരകത്തിന്റെ വാണിംഗുമായിട്ടാണ്. എന്തിനു വേണ്ടിയാണ് അങ്ങേ ഞാൻ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചതെന്നറിയുമോ? ലിതുഅ്മിനൂ ബില്ലാഹി വറസൂലിഹി വതുഅസ്സിറൂഹു വതുദക്കിറൂഹു വതുസബ്ബിഹു. അവിടുന്ന് ഖുർആൻ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങളെ കൊണ്ട് ജനങ്ങൾ അല്ലാഹുവിനെ കൊണ്ട് ജനങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ വേണ്ടിയാണ്. വതുഅസ്സിറൂഹു വതുദക്കിറൂഹു. ജനങ്ങൾ നിങ്ങളെ ബഹുമാനിക്കാൻ വേണ്ടിയാണ്. ബഹുമാനം എന്ന് പറയുന്നത് പല രൂപത്തിലാണ്. അതിന് ഒരിക്കലും മഹബത്തിന്റെയും അപ്പുറത്തേക്ക് കടക്കുന്നതാണ് ബഹുമാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന് ഒരു പ്രത്യേകമായ അളവ് പോലുകൊണ്ട് നമുക്ക് അളക്കാൻ കഴിയില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും നമ്മൾ ബഹുമാനിക്കണം. അതിൽപ്പെട്ടത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ജന്മദിനം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കൽ, അതെല്ലാം ബഹുമാനത്തോടെ
ഭാഗമാണ്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത് മുഴുവനും നമ്മൾ ചെയ്യണം. അതുപോലെ പരമാവധി സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ആ മഹബ്ബത്തുർ റസൂൽ കൊണ്ട് മാത്രമാണ് നമുക്ക് ഉന്നതമായ മേഖലയിലെത്താൻ കഴിയുക. ബഹുമാനപ്പെട്ട അല്ലാമ ശഅറാനി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നതായി കാണാം. എന്റെ ഉസ്താദായ അല്ലാമ ശൗനി റളിയല്ലാഹു അൻഹു ഹിജ്റ 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാരാണ്. ആ കാലഘട്ടത്തിൽ തന്നെ അതുപോലെ ഒരുപാട് മഹാന്മാർ ജീവിച്ചിട്ടുണ്ട്. പക്ഷേ എന്റെ ശൗനി ഇമാമിനെ പോലെ, എന്റെ ഉസ്താദായ ശൗനി ഇമാമിനെ പോലെ നേതൃത്വ പദവിയുള്ള മറ്റൊരു പണ്ഡിതനെയും ആ കാലഘട്ടത്തിൽ കാണാൻ കഴിയില്ല. അതിനുള്ള കാരണം ബഹുമാനപ്പെട്ട ശഅറാനി ഇമാം പറയുന്നത് മുഹബ്ബത്തുർ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണ്. ദിവസവും 30,000 സ്വലാത്ത് ചൊല്ലാറുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട ശൗനി ഇമാമിന്റെ ഏറ്റവും വലിയ ഈ ഉന്നതമായ സ്ഥാനത്തിനുള്ള കാരണമെന്ന് ബഹുമാനപ്പെട്ട ശഅറാനി ഇമാം പറയുകയാണ്. സഹോദരന്മാരെ, പറയുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ലാഹു നമ്മിൽ നിന്ന് നല്ല സ്വാലിഹായ ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. ഏറ്റെടുക്കാനില്ലാത്ത സമയത്ത് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണേ നബിയേ എന്ന് പറയുമ്പോൾ നമ്മളെ ഏറ്റെടുക്കുന്ന രൂപത്തിൽ അവിടുത്തെ ശഫാഅത്തിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട നമ്മളുടെ ഉമ്മ ഉസ്താദുമാര്, സഹോദര സഹോദരിമാർ, നമ്മളുടെയും അവരുടെയും ഭാര്യ ഭർത്താക്കൾ, സന്തതികൾ, മറ്റുച്ചവരുടെ ശിഷ്യന്മാർ, നമ്മെ സഹായിച്ചവർ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിച്ചവർ, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിന്റെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുന്നവരെ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന